രാജ്യത്തെ ഏറ്റവും കഠിനമായ പരീക്ഷ, അതിസങ്കീർണമായ ഘട്ടങ്ങൾ. ഒരു വർഷം അപേക്ഷിക്കുന്നത് 11.5 ലക്ഷം വരെ. എല്ലാ സർവീസുകളിലും കൂടി തിരഞ്ഞെടുക്കപ്പെടുന്നത് 700 മുതൽ 900 പേർ വരെ മാത്രം. അതായത് ആകെ അപേക്ഷിക്കുന്നവരുടെ 0.0007% മാത്രം കിട്ടുന്ന ജോലി. പൂജ ഖേഡ്കർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സത്യം പറയട്ടെ പരിശോധിക്കുകയാണ്. സിവിൽ സർവീസ് പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടമായോ? സംശയ മുനയിലോ IAS? മഹാരാഷ്ട്ര കേഡറിൽ നിയമനം കിട്ടിയ IAS ഉദ്യോഗസ്ഥ പൂജ ഖേഡ്കർ ഇപ്പോൾ അറസ്റ്റിലാകുമ്പോൾ പുറത്തു വരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. 3 വട്ടം പരീക്ഷ എഴുതിയപ്പോൾ 3 തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പൂജ ഖേഡ്കർ സർട്ടിഫിക്കറ്റ് നൽകി. 2019 നൽകിയത് കാഴ്ച പരിമിതി ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ്. അത് സംഘടിപ്പിച്ചത് അഹമ്മദാബാദ് ജില്ലാ ആശുപത്രിയിൽ നിന്ന്. 2021 കാഴ്ച പരിമിതിക്കൊപ്പം ബുദ്ധി പരിമിതിയും ഉണ്ടെന്ന് അതേ ആശുപത്രിയിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ്. 2022 പിംപ്രിയിലെ യശ്വന്ത് ചവാൻ ആശുപത്രിയിൽ നിന്നായിരുന്നു സർട്ടിഫിക്കറ്റ്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്നാണ് സർട്ടിഫിക്കറ്റിൽ പറയുന്നത്. അതിനർത്ഥം ചലന പരിമിതി ഉണ്ട് എന്നാണ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായി ആശുപത്രിയിൽ കൊടുത്തത് വ്യാജ റേഷൻ കാർഡും ഇല്ലാത്ത വിലാസവും നൽകി. 53 ഡേഹു അലാൻറ്റി തൽവാഡെ എന്നായിരുന്നു ആ വിലാസം. ചലന പരിമിതി ഉണ്ടെന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയയാൾ മനോഹരമായി നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ നെറ്റിസൺസ് പുറത്തുവിടുകയും ചെയ്തു. ഇവിടെ പൂജ ഖേഡ്കർ എന്നൊരാൾ മാത്രം നടത്തിയ തട്ടിപ്പാണ്. ഇത് വ്യാപകമായി സംഭവിക്കുന്നതാണോ എന്നറിയാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായുണ്ട്. അതിനു മുൻപ് അന്വേഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരാൾ നൽകിയാൽ അത് കണ്ണുമടച്ച് UPSC സ്വീകരിക്കുമോ? അതിനൊക്കെ സാമ്പ്രദായിക മാർഗങ്ങളില്ലേ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന ഏത് സർട്ടിഫിക്കറ്റ് നൽകിയാലും UPSC അത് വിശദമായി പരിശോധിക്കും. ഡൽഹി എയിംസിലെ പ്രത്യേക മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഇതിനായി ഹാജരാകണം. അവർ നടത്തുന്ന പരിശോധനയിൽ 40% വൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപ് തന്നെ പൂർത്തിയാകുന്നതാണ് ഈ ഒരു ഘട്ടം. പൂജ ഖേഡ്കർ എയിംസിലെ പരിശോധന എങ്ങനെ മറികടന്നു? ഇന്ത്യൻ സിവിൽ സർവീസിലെ ഏറ്റവും ദുരൂഹമായ കാര്യമാണ് ഇപ്പോഴിത്. എയിംസിൽ പരിശോധന നടത്താതെയാണ് പൂജ ഖേഡ്കർ അംഗപരിമിതിയുള്ള സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് കയറിയത്. അംഗപരിമിതിയിൽ മാത്രമല്ല പ്രശ്നം. പൂജ ഖേഡ്കർ 2007 MBBS പ്രവേശനം നേടിയത് OBC വിഭാഗത്തിലെ നോൺ ക്രീമി ലെയർ സംവരണത്തിലാണ്. അതായത് കുടുംബ വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയാണെന്ന സർട്ടിഫിക്കറ്റാണ് നൽകിയത്. ആ സമയത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പൂജയുടെ പിതാവ് നൽകിയത് 40 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന സർട്ടിഫിക്കറ്റും. അതുമാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയത് വർഷം 49 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടെന്ന സത്യവാങ്മൂലവും. ആർക്കും കിട്ടുമോ ഇത്തരം അംഗപരിമിതി സർട്ടിഫിക്കറ്റുകൾ? ആർക്കും കിട്ടുമോ വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ്? അന്വേഷിച്ചിറങ്ങിയാൽ നമുക്ക് കിട്ടുന്നത് അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ്. ഉത്തർപ്രദേശിലെ ചിത്രകൂടം. അവിടെ താലൂക്ക് ആശുപത്രിയുടെ പുറത്ത് കുറെ ഏജന്റുമാർ എപ്പോഴും ഉണ്ടാകും. അവിടെ ചെന്ന് 15,000 രൂപ കൊടുത്താൽ ഏത് തരത്തിലുള്ള ഡിസബിലിറ്റി അഥവാ അംഗപരിമിതി സർട്ടിഫിക്കറ്റും ലഭിക്കും. 11.5 ലക്ഷം പേർ വരെ അപേക്ഷിക്കുന്ന പരീക്ഷയ്ക്ക് 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ ചിത്രകൂടത്തെ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇവരിൽ ബഹുഭൂരിപക്ഷവും പ്രിലിമിനറി പോലും കടക്കാത്തതിനാൽ അത് പുറത്തറിയുന്നില്ല എന്ന് മാത്രം. ചിത്രകൂടത്തെ വ്യാപാര സാധ്യത മുന്നിൽ കണ്ട് 2 കേന്ദ്രങ്ങൾ കൂടി ഉത്തർപ്രദേശിൽ ഇപ്പോൾ സജീവമാണ്. ഒന്ന് ഉന്നാവോയിലും മറ്റൊന്ന് മഹോബയിലും. 3ഇടത്തും നിരക്ക് ഒന്ന് തന്നെ, 15,000 രൂപ. ഇതിൽ 10,000 ഡോക്ടർക്കും 5,000 ഏജന്റിനുമാണ്. ജോലിക്കിടെ മെഡിക്കൽ ലീവ് എടുക്കാൻ അപേക്ഷയ്ക്ക് ചെന്നാൽ ഒരു ദിവസത്തിന് 100 രൂപ വീതം വാങ്ങുന്ന ഡോക്ടർമാർ ഇവിടെയുമുണ്ട് എന്ന് നമുക്കറിയാം. 5 ദിവസത്തെ അവധിക്ക് 500 രൂപ. സ്വന്തം ചികിത്സയിലുള്ള രോഗിയോട് പോലും അത് വാങ്ങാൻ മടിക്കാത്തവരും ഉണ്ട്. അവർക്കൊക്കെ സിവിൽ സർവീസിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകൽ മറ്റൊരു വരുമാന മാർഗം മാത്രമാണ്. ഇവിടെയും കഴിയുന്നില്ല പൂജ ഉയർത്തുന്ന പ്രശ്നം. ഇപ്പോൾ നടനായ അഭിഷേക് സിംഗിനെ നോക്കുക. IAS രാജിവെച്ച് അഭിനയിക്കാൻ പോയ ആളാണ് അഭിഷേക്. ഈ അഭിഷേക് സിംഗ് IAS നേടിയത് ലോക്കോമോട്ടർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുമായാണ്. അതായത് 45% ഡിസബിലിറ്റി ആയിരുന്നു സർട്ടിഫിക്കറ്റിൽ. എന്ന് പറഞ്ഞാൽ മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം പോകാത്തയാൾ എന്ന് പറയാം.
അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റുമായി IAS നേടിയയാൾ ഇപ്പോൾ ചെയ്യുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഒന്ന് നോക്കൂ. ഇതൊരു അഭിഷേക് സിംഗിന്റെയോ ഒരു പൂജ ഖേഡ്കറുടെയോ മാത്രം കാര്യമല്ല. പ്രഫുൽ ദേശായി എന്ന 2019 ബാച്ചിലെ തെലങ്കാന കേഡർ ഉദ്യോഗസ്ഥൻ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന സർട്ടിഫിക്കറ്റുമായാണ് ജോലിക്ക് കയറിയത്. ഡൽഹി എയിംസ് ഇത് അംഗീകരിക്കുകയും ചെയ്തു. അത് എങ്ങനെ എന്ന ചോദ്യമാണ് അതേ സമയത്ത് അപേക്ഷിച്ച മറ്റുള്ളവർ ഉയർത്തുന്നത്. ആളിപ്പോൾ കുതിര ഓടിച്ചും ട്രക്കിംഗ് നടത്തിയും അവധിക്കാലം ആഘോഷിക്കുന്നു. ഗുജറാത്ത് കേഡറിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ദിവസങ്ങളിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ 2016 ബാച്ചിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണമുണ്ടായി. 2 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം എന്ന സർട്ടിഫിക്കറ്റ് നൽകി ജോലിക്ക് കയറി. തഹസിൽദാരുടെ അന്വേഷണത്തിൽ 21 ലക്ഷമാണ് വാർഷിക വരുമാനമെന്ന് കണ്ടെത്തി. ഇന്നും ആ കേസിൽ തീർപ്പായിട്ടില്ല. ഇത് ഉത്തർപ്രദേശിലെയോ മഹാരാഷ്ട്രയിലെയോ മാത്രം സംഭവമല്ല. പൂജ ഖേഡ്കർ ഒറ്റപ്പെട്ട ഒരു സംഭവവുമല്ല. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന അംഗീകൃത സ്ഥാപനങ്ങൾ വരെ സംശയ നിഴലിലാണ് താഴെ. വസ്തുതകൾ പരിശോധിക്കുന്ന സത്യം പറയട്ടെ ഇനി മറ്റൊരു വിഷയവുമായി എത്തുന്നതായിരിക്കും. നമസ്കാരം.